ടൂൾസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്. ഇപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് ടൂൾസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൂൾസാണ് സ്റ്റോറേജ് ഡിവൈസ്, വെബിനാർ, ഇൻ്ററാക്റ്റീവ് വീഡിയോ, ഓൺലൈൻ ലേണിംഗ്. ഈ 4 കാര്യങ്ങളാണ് ഉള്ളത് കേട്ടോ. സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വീഡിയോ സ്റ്റോറേജ് ഇൻ ദ ഫോം ഓഫ് CD-ROM, DVD, പെൻ ഡ്രൈവ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്റ്റോറേജ് ഡിവൈസ് വരുന്നത്. ഇതെന്ന് പറയാൻ നമുക്ക് ട്രെയിനിങ് മൊഡ്യൂളിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്ങിന് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. വെബിനാർ പറയുമ്പോൾ ക്ലാസിക്കൽ ക്ലാസ് റൂം ടീച്ചിങ്. നമ്മളൊരു ക്ലാസ്സിൽ പഠിപ്പിക്കും പോലെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ ഫേസ് ടു ഫേസ് ആയിട്ട് സ്റ്റുഡൻറ്റിനും ടീച്ചറിനും കാണാൻ പറ്റും, ഡൗട്ട്സ് ചോദിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അത് ഇൻ്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. ഇൻസ്ട്രക്ടറിന് റിയൽ ടൈം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് പഠിക്കുന്നതായിരിക്കും വെബിനാർസ്. ഇനി ഇൻ്ററാക്റ്റീവ് വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി. അതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് തന്നെയാണ്. ഒരു ഇൻ്ററാക്റ്റീവ് വീഡിയോ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ഇനി അത് ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസിലായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുക. മീഡിയം ത്രൂ വിച്ച് ദ ട്രെയിനിങ് ഗോ ത്രൂ ദ ട്രെയിനിങ് അറ്റ് ദെയർ ഓൺ പേസ് ആൻഡ് ലൊക്കേഷൻ. അപ്പോൾ അവർക്ക് അവരുടെ തന്നെ ലൊക്കേഷൻ, അവരുടെ തന്നെ ടൈമൊക്കെ നോക്കിയിട്ട് അവർക്കത് കയറാം. റെസ്പോൺസ് ആർ രജിസ്റ്റേർഡ് എയ്തർ ത്രൂ ദ കീബോർഡ് ഓർ ത്രൂ ടച്ച് സ്ക്രീൻ. അപ്പോൾ ഒന്നുകിൽ കീബോർഡ് വഴി അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ വഴിയായിരിക്കും അവരുടെ റെസ്പോൺസ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഓരോ ഏരിയ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസർ അതിൽ ഡിസ്പ്ലേ ചെയ്യും, എംപ്ലോയിക്ക് കൊടുക്കുന്ന ആൻസറും ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് അതാണ് ഇൻ്ററാക്റ്റീവ് വീഡിയോ. ലൈക്ക് അതർ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്, ഇൻ്ററാക്റ്റീവ് വീഡിയോ ഇസ് ഓൾസോ കേപ്പബിൾ ഓഫ് റെക്കോർഡിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഡേറ്റ ഓൺ സ്കോർ. അപ്പോൾ ഇവരുടെ ഈ സ്കോറും ഡീറ്റെയിൽസും ഒക്കെ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ലെവൽ ആൻഡ് സ്പീഡ് ഓഫ് ലേണിംഗ് എക്സെട്ര. ഇവർ എത്ര പെട്ടെന്ന് പഠിക്കുന്നു, ഏത് ലെവൽ, അതായത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 തിരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏത് ലെവലിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. ഹൗവർ ദിസ് മെത്തേഡ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ സ്മോളർ ഗ്രൂപ്പ്സ്. അപ്പോൾ ചെറിയ ഗ്രൂപ്പ്സിന് ട്രെയിനിങ് കൊടുക്കാൻ, കുറച്ച് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാനാണ് ഇൻ്ററാക്റ്റീവ് വീഡിയോ എപ്പോഴും നല്ലത്. ഇനി ഓൺലൈൻ ലേണിംഗ്. ദ വേൾഡ് വൈഡ് വെബ് ഓർ ദ ഇൻ്റർനെറ്റ് ഈസ് എ വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സ്ട്രോങ് അൺഇമാജിനറി ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ വിച്ച് ക്യാൻ ബി ഈസിലി ആക്സസ് ബൈ എവരി വൺ വിത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള എല്ലാവർക്കും എന്താ ഹ്യൂജ് ഡേറ്റ ആക്സസ് ഉണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് എത്ര ഡേറ്റ വേണമെങ്കിലും നമ്മൾ എടുക്കാം. കാരണം ഇൻ്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സിനാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുക, വേൾഡ് വൈഡ് വെബ്. ഇപ്പോൾ ലോകത്തുള്ള എവിടുത്തെ ഡേറ്റ വേണമെങ്കിലും അത് പബ്ലിക് ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻ്റർനെറ്റ് വഴി എടുക്കാൻ പറ്റും. ദിസ് ഡേറ്റ ഓൾസോ ഇൻക്ലൂഡ് ട്രെയിനിങ് മൊഡ്യൂൾസ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ട്രെയിനിങ് മൊഡ്യൂൾസ് കാണും, എംപ്ലോയീസിനുള്ള ട്രെയിനിങ് മൊഡ്യൂൾസ് കാണും. അത് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദ ഇൻ്റർനെറ്റ് ഹാസ് ബീൻ പെർഹാപ്സ് ഗ്രേറ്റസ്റ്റ് ലെവലർ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ഹിസ്റ്ററിയിലെ വലിയൊരു ചേഞ്ച് തന്നെയാണ്. വിച്ച് ഹാസ് മെയ്ഡ് ഇൻഫർമേഷൻ ആക്സസിബിൾ ടു ഓൾ. എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടും ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട്. സ്പെസിഫിക് ട്രെയിനിങ് മൊഡ്യൂൾ ക്യാൻ ബി ഈസിലി ലോഡഡ് ഓൺ ദ www ആൻഡ് മെയ്ഡ് അവൈലബിൾ ടു ദ എൻറ്റയർ ടാർഗറ്റ് ഗ്രൂപ്പ് കൺകറൻ്റ്ലി. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിലോട്ട് ആ ഒരു ട്രെയിനിങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അതിന് യൂസർ ID പാസ്വേഡ് എല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ലോഗിൻ ചെയ്തത് കാണാനായിട്ട് പറ്റും. ദിസ് ഈസ് പെർഹാപ്സ് ദ ഫ്യൂച്ചർ ഓഫ് ഓൾ ട്രെയിനിങ്. അപ്പോൾ ഇത് എല്ലാ ട്രെയിനിങ്ങിൻ്റെയും ഫ്യൂച്ചർ ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഓൺലൈനിൽ ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മതി. എന്നിട്ട് ഡീറ്റെയിൽസ് നമുക്ക് ലോഗിൻ ചെയ്ത് കാണാനുള്ള ഒരു പെർമിഷൻ മാത്രം തന്നാൽ മതി. നമുക്കത് എവിടെ ഇരുന്ന് വേണേലും ആക്സസ് ചെയ്യാം, ഏത് ടൈം വേണേലും ആക്സസ് ചെയ്യാം. ഓക്കെ.